ഇറ്റ്സ് ബീൻ 2 weeks നിയർലി ഡാർക്ക് വെബ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡാർക്ക് വെബ് എക്സാക്റ്റായിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ബ്രേവ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്രേവിൻ്റെ ഒരു പ്രത്യേകത, ബ്രേവ് യൂസ് ചെയ്ത് നമുക്ക് ഇത് ഇങ്ങനെ ടോർ ആക്സസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫയർവാളൊക്കെ ക്രാക്ക് ചെയ്യാമെങ്കിലും കറക്റ്റ് എക്സാക്റ്റായിട്ട് ഒനിയൻ സൈറ്റ് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ CIA ഇപ്പോൾ ജസ്റ്റ് ചെയ്തു നോക്കുക, സെർച്ച് ചെയ്തു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒനിയൻ സൈറ്റ് അല്ല കിട്ടുന്നത്, ഒഫീഷ്യൽ സൈറ്റാണ്. ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുമ്പോൾ ഓൺലി GOV. എന്നാൽ അതേസമയം നമ്മൾ ടോർ ബ്രൗസർ, എക്സൈറ്റായിട്ടുള്ള ടോർ ബ്രൗസർ എടുത്ത് ഒനിയനൈസ്ഡ് ഓണാക്കി CIA സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ഡഗ്ഡഗോയാണ് ബ്രൗസർ. അപ്പോൾ ഇതിലേക്ക് വരുന്ന ഇതിന് മുമ്പ് എന്തായിരുന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഈ ടോർ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആക്സസ് അല്ല, റൊമേനിയ, ഫ്രാൻസ്, പോളണ്ട് ഇങ്ങനെ ലെയേഴ്സുകളുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ സൈറ്റ് ആക്സസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേണ്ട ഒനിയൻ സൈറ്റ് അവൈലബിൾ. അപ്പോൾ നമ്മൾ ഒനിയൻ സൈറ്റിലേക്ക് പോകും. അപ്പോൾ നോർമൽ സൈറ്റിൽ നിന്നുള്ള ഡിഫറൻസ് കാണാം. ഇതിൻ്റെ URL വരെ മാറി. ഓക്കെ, ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. കാരണം നമ്മൾ പല രാജ്യങ്ങളിലൂടെയാണല്ലോ പോകുന്നത്. ഇപ്പോൾ വേണ്ട, ഇതിൽ നമ്മളിപ്പോൾ നോർമൽ സൈറ്റിനെക്കാട്ടും വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കുറച്ച് ഇൻഫോ കൂടുതൽ കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നോക്കാൻ വെച്ചാൽ ഡഗ്ഡഗോയാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പോലെ തന്നെ ടോർ യൂസ് ചെയ്യണ സെർച്ച് എഞ്ചിനാണ് ഡഗ്ഡഗോ. പക്ഷേ ഡഗ്ഡഗോ ഉപയോഗിച്ച് നമ്മൾ സെർച്ച് ചെയ്താൽ ഒനിയനൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സൈറ്റിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് കാൻഡിൽ ബ്രൗസർ, അതുപോലെ തന്നെ ടോർച്ച് ബ്രൗസർ എന്നുള്ളത്. ഇതൊക്കെ യൂസ് ചെയ്താൽ തന്നെ ഡീപ്പ് വെബിലേക്ക് ഡയറക്റ്റായിട്ടുള്ള ആക്സസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഇതിപ്പോൾ ടോർ ബ്രൗസർ ആയാലും ഓക്കെ. പിന്നെ ഇങ്ങനത്തെ യൂസ് ചെയ്യുമ്പോൾ അവർ തന്നെ വാർണിംഗ് ഓൾറെഡി നമുക്ക് തരും, നമ്മളുടെ സെക്യൂരിറ്റി ബ്രീച്ച് ആവാൻ സാധ്യതയുണ്ടെന്ന്. ഇതിൽ ഞാൻ യൂസ് ചെയ്യണത് ഒരു എക്സ്പെരിമെൻ്റലായിട്ടുള്ള എൻ്റെ ഒരു വർക്ക് സ്റ്റേഷൻ പോലത്തെ ഒരു ലാപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പോവുകയാണ്. അക്സെപ്റ്റ് റിസ്ക് ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ നമ്മൾ ടോർ ബ്രൗസറിലേക്ക് എത്തിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കാൻഡിൽ യൂസ് ചെയ്യാൻ വെച്ചാൽ ഫയർവാൾ ബ്രേക്ക് ചെയ്തു നമ്മൾ ഓൾറെഡി, എന്നിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്കൊരു 5 സെക്കൻഡ് എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നൗ വി ഹാവ് റീച്ച്ഡ് ഹിയർ. ഇപ്പോൾ ഡാർക്ക് വെബിൽ എന്ത് ആണ് സെർച്ച് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ആയിരിക്കും. ഇവിടെ കിട്ടുന്ന കാര്യങ്ങളാണ് വെനം മാർക്കറ്റ്, BTC, ബിറ്റ്കോയിൻ, ഇതൊക്കെയാണ് അവരുടെ മെയിനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലിങ്ക്സ് കിട്ടാൻ ഹിഡൻ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വിക്കിപീഡിയ പോലത്തെ തന്നെ കുറച്ച് സൈറ്റുകളുണ്ടല്ലോ. അപ്പോൾ അതിലത്തെ കുറച്ച് ഇതാണ് ഹിഡൻ വിക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ നമ്മളിപ്പോൾ കയറുമ്പോൾ സ്കാം ഉണ്ടോ അതിനുള്ള കുറച്ച് വാർണിങ്സ് കാര്യങ്ങളിലൂടെ കിട്ടുന്നുണ്ട്. സപ്പോസ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് നോക്കിയാൽ ഡീപ്പ് വെബ് ബി നോൺ സ്കാംസ്, ഓക്കെ, സ്കാമിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ. ഇതാണ് ഹിഡൻ വിക്കിയുടെ മെയിൻ പേജിലേക്ക് വരിക. ഇതിൻ്റെ ഉള്ളിൽ പോയി നമ്മൾക്ക് ഇഷ്ടമുള്ള സൈറ്റുകളുണ്ട്. ഇത് ടോർച്ച്, ഞാൻ പറഞ്ഞ പോലെ ഹിഡൻ വിക്കി, അനദർ ഹിഡൻ വിക്കി, ഫിനാൻഷ്യൽ സർവീസസ്. അതെന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സർവീസിലൊക്കെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യണതിൻ്റെ ഓണർ അറിയാതെ അതിൻ്റെ ഡീറ്റെയിൽസ് അടിച്ചു മാറ്റി ഇതിൽ വിൽക്കുന്നതാണ്. അത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാനും പറ്റും,
പക്ഷെ അത് പിടിക്കപ്പെട്ട ജയിലിൽ പോവും. സോ റെക്കമെൻഡഡ് അല്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ബെറ്റിംഗ് ആയാലും എന്തായാലും ഇതിൻ്റെ ഉള്ളിലുണ്ട്. മണി കൗണ്ടർ ഫെയിൽ, ഇലക്ട്രോണിക്സ്, ഫയർ ആംസ്, ഫാൾസ് ഐഡൻറ്റിറ്റി, ഡ്രഗ്സ്, other things, hacking services, ഹാക്കിംഗ് സർവീസായി കിട്ടും. സോ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് ബെറ്റർ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം അതുപോലെ തന്നെ സെർച്ച് ചെയ്ത് പോകുന്നതാണത് ബിറ്റ് കോയിൻ, ഡ്രാഗ്, ഡിജിറ്റൽ ഓപ്ഷൻസ്, അങ്ങനെ കുറച്ച് ഡാർക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതിൽ പോവാൻ വെച്ചത് ചൈൽഡ് പൊണോഗ്രഫി, റെപ്ചർ മാർക്കറ്റ്, റഷ്യൻസ്. This site is seized by FBI. ആളൊരു ഫിഷറാണ്. അപ്പോൾ ഈ സൈറ്റൊക്കെ FBI ആക്റ്റീവാണ്. സോ ആരെങ്കിലും വിസിറ്റ് ചെയ്യുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരു 7 days ഇതിൻ്റെ ഉള്ളിൽ റിസർച്ച് നടത്തിയിട്ടാണ് ഇങ്ങനൊരു ബേസിക് ഔട്ട്ലൈൻ ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ നല്ലതാണോ പൊട്ടയാണോ എന്ന് അല്ല, ലൈക്ക് നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഡാർക്ക് വെബ് എന്ന ഇത് നല്ലതാണോ പൊട്ടയാണോ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അക്കോർഡിംഗ് ടു യുവർ വിഷ് യു ക്യാൻ യൂസ്. ഒരു നല്ല പർപ്പസിനാണെങ്കിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. എൽസ് ആ പരിപാടിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ കുറേ ആൾക്കാർ ഭയങ്കര ക്യൂരിയസ് ആയി ചോദിച്ചു എന്താണ് ഡാർക്ക് വെബ്, അറ്റാക്കിംഗ് ആണോ, ഇതാണോ എന്ന്. അങ്ങനെയല്ല, ഇതിൽ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഇങ്ങനത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഡിസേബിൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ അവർ ട്രാക്ക് ചെയ്യും. സംഭവം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ, ആ റൂട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റിൻ്റെ IP ആണ് നമ്മൾ യൂസ് ചെയ്യണത്. നോർവേയിലേക്ക് പോയി നെതർലാൻഡ് വഴിയാണ് വരുന്നതെങ്കിലും ഇത് ഫുള്ളി സെക്യൂർഡാന്ന് പറയാൻ പറ്റില്ല. ഇതും ബ്രേക്ക് ചെയ്ത് വരാം. ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഒറിജിനൽ IP കണ്ടെത്താനൊക്കെ പറ്റും. പിന്നെ VPN യൂസ് ചെയ്താൽ ഇത്തിരി കൂടിയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അത് നിങ്ങളെങ്ങനെയാണ് യൂസ് ചെയ്യണതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതാണ് മെയിൻലി നമ്മൾ ഡാർക്ക് വെബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കണേ. ഇതൊരു സ്മോൾ വീഡിയോ ആക്കി എടുത്തു എന്ന് മാത്രം. ബട്ട് ഇതിലത്തെ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കുറച്ച് കണ്ടെത്താൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഓക്കെ, ബൈ.